നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കോൺഗ്രസ് അതിവേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പല സമിതികളും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ മാനിഫെസ്റ്റോ കമ്മിറ്റിയിൽ അംഗമാണ് ഡീൻ കുര്യാക്കോസ് എം പി. അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. മാനിഫെസ്റ്റോ പ്രകടനപത്രിക എന്ന് പറയുമ്പോൾ ഈ ഇലക്ഷൻ്റെ ഏറ്റവും കാതലായ ഭാഗമാണ്. എന്തെല്ലാമായിരിക്കും ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ? തീർച്ചയായിട്ടും ഞാനിപ്പം അതിനെക്കുറിച്ചൊന്നും പറയാൻ ആ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ഇന്നലെയാണല്ലോ ഇത് സംബന്ധിച്ചുള്ള ഒരു അറിയിപ്പ് വന്നത്. ഇനി തുടർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യത്തിൽ സംശയം വേണ്ട, ജനങ്ങൾക്ക് നല്ല പ്രതീക്ഷ നൽകുന്ന വിധത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെൻറ് മറന്നുപോയ ഒരുപിടി കാര്യങ്ങളുണ്ട്, ജനങ്ങളെ ദ്രോഹിച്ചതായിട്ടുള്ള ഒരുപിടി വിഷയങ്ങളുണ്ട്, സർവോപരി കേരളത്തെ പിന്നോട്ടടിച്ചിട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട്, പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പരിഹാരമുണ്ടാക്കുന്ന തരത്തിൽ വളരെ വിശാല മനസ്കതയോടുകൂടി എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു മുന്നേറ്റം സാധ്യമാകുന്ന തരത്തിൽ കേരളത്തിൻ്റെ ഒരു നല്ല ഒരു ഭാവി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർന്നു വരുന്ന ചെറുപ്പക്കാരുടെ ഉൾപ്പെടെ പ്രതീക്ഷകൾക്കൊത്തുള്ള ഒരു മാനിഫെസ്റ്റോ ആയിരിക്കും പാർട്ടി മുന്നോട്ട് വെക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസ് ഹൈക്കമാൻഡും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ നേതൃത്വമെല്ലാം ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തും. പ്രത്യേകിച്ചും ഇന്നത്തെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറ ഈ കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുള്ള രാജ്യമാണ്. പക്ഷേ വോട്ടിംഗ് പെർസെൻറ്റേജ് നോക്കിക്കഴിയുമ്പോൾ ചെറുപ്പക്കാർക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള വോട്ട് അല്ലെങ്കിൽ ഈ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു വിമുഖത കാണിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് ഉൾപ്പെടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ മറക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അവരെ ജനാധിപത്യ സംവിധാനത്തിലേക്ക് അടുപ്പിക്കുവാനും പ്രത്യേകിച്ചും ഇതുപോലെ ഒരു ഗവൺമെൻറ് യാഥാർത്ഥ്യമാകുന്ന തരത്തിലേക്ക് നാടിൻ്റെ മുന്നേറ്റത്തിൽ ഏറ്റവും നിർണായകമായി ഇടപെടൽ നടത്തേണ്ട അവരുടെ ബാധ്യത, ആ കർത്തവ്യം അവർ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിർവഹിക്കുന്ന തരത്തിലേക്ക് ആകർഷണീയമായ തരത്തിലുള്ള യുവാക്കളെ ആകർഷിക്കുന്ന, കർഷകരെ ആകർഷിക്കുന്ന, കർഷകരുടെയൊക്കെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ വിഷയങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ് അമ്പേ പരാജയമാണ്. അങ്ങനെ എല്ലാ മേഖലയിലും പരാജയപ്പെട്ട് നിൽക്കുന്ന ഈ ഗവൺമെൻറ് മനം മടുത്ത് നിൽക്കുന്ന ആളുകളെ എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു മാനിഫെസ്റ്റോ ആയിരിക്കും മുന്നോട്ട് വെക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെച്ച പ്രകടന പത്രിക അന്ന് പരാജയമുണ്ടായെങ്കിൽ പോലും അതിൽ നിന്ന് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന പദ്ധതികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കുമോ? ഇപ്പം UDF എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ജനങ്ങളെ ചേർത്ത് നിർത്തിയതാണ്. പക്ഷേ ഈ ഗവൺമെൻറ് ജനങ്ങളെ അകറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവരൊക്കെ പല അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു, അതെല്ലാം പൊള്ളയായ അവകാശവാദങ്ങളാണ്. ആരോ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കൽപ്പറ്റ നാരായണൻ നായർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കഴിഞ്ഞ ദിവസം ഒരു ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ വന്നിട്ടുണ്ട്. എന്താണത്? ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഈ പറയപ്പെടുന്ന അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിൽ കുറേയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും, അതിലേറ്റവും കാര്യക്ഷമതയാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ. കേരളം ഇന്ന് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അഭിമാനിക്കത്തക്കതായ വികസന നേട്ടങ്ങൾ അതെല്ലാം UDF ഗവൺമെൻറ്റിൻ്റെ സംഭാവനയാണ്. അതിനകത്ത് യാതൊരു സംശയവും തർക്കവും ആർക്കുമില്ല. ഇപ്പം ഇവർ പൊള്ളയായ അവകാശവാദങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്ത് വളരെ കൃത്യമായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള പുതുയുഗ യാത്ര എത്രയോ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേരള ജനത ആ യാത്രയെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പം മലബാർ മേഖലയിലെ പര്യടനം പൂർത്തിയാക്കി വരികയാണ്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് ഓരോ സംഗമ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളുടെ പ്രതീക്ഷയെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ UDF ഗവൺമെൻറ് വീണ്ടും വരണം എന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ലാത്ത, നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയമില്ലാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ അവരുടെ പ്രതീക്ഷകൾക്കൊത്തുവരുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ ആകുന്നതേ ഉള്ളൂ. KPCCയുടെ യോഗം 16-ാം തീയതിയുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് തുടർന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇടുക്കി ജില്ലയുടെ MP ആണ്. ഇടുക്കിയിലെ മലയോര മേഖല കർഷകർക്കുള്ളൊരു സ്ഥലമാണ്. അവരുമായി പലപ്പോഴും ഇടപഴകിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലേക്ക് വന്ന എന്തെങ്കിലും ആശയങ്ങളുണ്ടോ പ്രകടനത്തിൽ വെക്കാനുള്ളത്? ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കർഷകരെ മറന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും. കൃഷിക്കാർക്ക് അനുകൂലമായിട്ടുള്ള എന്ത് തീരുമാനമായിട്ടുണ്ടായിട്ടുള്ളത്? ഒരു തീരുമാനം എടുത്തിട്ടില്ല. കേരളത്തിൻ്റെ കൃഷി നശിച്ചു, പുതിയ തലമുറ കൃഷിയിലേക്ക് വരുന്നില്ല. ഇത് രണ്ടുമായപ്പോൾ പൂർണ്ണമായല്ലോ. ഒന്ന്, കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയില്ല, അതോടൊപ്പം പുതിയ തലമുറയെ ആകർഷിക്കാനുള്ള പദ്ധതികളുമില്ല. വെറുതെ കുറേ പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ. കൃഷിയില്ലെങ്കിൽ പിന്നെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. നാണ്യവിളകളുടെ കാര്യത്തിലൊക്കെ ഈ ഗവൺമെൻറ് കാണിച്ചിട്ടുള്ള എത്രയോ വഞ്ചനാപരമായ സമീപനമാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും കാണുമ്പോൾ ഇപ്പോൾ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന ഒരു സംവിധാനം അത് നാണ്യവിളകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ക്രോപ്സിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് റബ്ബറാണെങ്കിലും കുരുമുളകാണെങ്കിലും കാപ്പിയാണെങ്കിലും ഏലമാണെങ്കിലും ഇല്ല.
പക്ഷേ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു താങ്ങുവില സമ്പ്രദായം നാണ്യവിളകൾക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ഉൾപ്പെടെ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ ചില നടപടിക്രമങ്ങളുണ്ട്. ഇപ്പോൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളല്ലാത്തതൊന്നും കാർഷിക ഉൽപ്പന്നങ്ങളായി നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു വിവക്ഷയിലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുക. പക്ഷേ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമാണ് താങ്ങുവില സമ്പ്രദായവും ഏർപ്പെടുത്തപ്പെടേണ്ടത് എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവക്ഷ. പക്ഷേ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസ് എന്നുള്ള ആ ഒരു CACP ലിസ്റ്റിൽ ഇടം പിടിച്ചാൽ തീർച്ചയായിട്ടും അതിലും മിനിമം താങ്ങുവിലയിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതായിട്ടുള്ള സമ്മർദ്ദമാണ്. ഇപ്പോൾ റബ്ബറിന് താങ്ങുവിലയില്ല, കേന്ദ്ര ഗവൺമെൻറ് ചെയ്യണം അല്ലെങ്കിൽ അതിലേക്ക് വരണം എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രഷർ അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ കൃഷിക്കാർക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട്, കേരളത്തിലെ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒരു സമ്മർദ്ദ തന്ത്രം കേന്ദ്ര ഗവൺമെൻറ്റിന് മേലെ ചെലുത്തിയിട്ടുണ്ടോ? ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, ഒരു ഗവൺമെൻറ് ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു കത്ത് പോലും അയച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെ എത്രയോ വിഷയങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. വന്യജീവി സംഘർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അക്കാര്യത്തിലെല്ലാം അത് തന്നെയാണ്. ഇപ്പം ഞാൻ പറയുന്നു, ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ നിയമത്തെ കുറ്റം പറയുന്നു, എന്നാൽ സംസ്ഥാന ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് ഇതിനകത്ത് സ്ഥിതി. കേന്ദ്ര നിയമവും പ്രശ്നമാണ്, സംസ്ഥാന ഗവൺമെൻറ് ഇടപെടൽ. മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള എല്ലാ പ്രൊട്ടക്ഷനും ആ നിയമത്തിലുണ്ട് എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. അങ്ങനെയാണെങ്കിൽ കേരള ഗവൺമെൻറ് അതിനനുസരിച്ച് ഉയരണം, പ്രവർത്തിക്കണം. ആ പ്രവൃത്തി അവിടെ ഉണ്ടായിട്ടില്ല. ഇനി ഇത് സംബന്ധിച്ച് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഫണ്ട്, ആവശ്യത്തിനുള്ള സംരക്ഷണം, ഇതൊക്കെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നത് പോലെ പ്രോജക്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ വളരെ ചടുലമായ തരത്തിൽ നടത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ വനവകുപ്പ് മന്ത്രിയൊന്നും ഈ ഘട്ടത്തിൽ കുറ്റപ്പെടുത്തുന്നില്ല, ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഏതായാലും ഈ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് അമ്പെ പരാജയപ്പെട്ടു പോയി. കൃഷിക്കാരുടെ കാര്യത്തിൽ ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്ന ഒരു പ്രവൃത്തിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെല്ലാം ഒരു മാറ്റം വരണം. ആ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ഉപയോഗിക്കുക. ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ഘട്ടമാണ്, ഇന്ന് അവസാന തീയതിയാണ്. നിങ്ങളുടെ സസ്പെൻഷൻ ഇപ്പോഴും തുടരുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് നിഷികാന്ത് ദുബെ നൽകിയിട്ടുണ്ട്. അതിലെന്താണ് പ്രതികരണം? ഇക്കാര്യത്തിൽ അഭിമാനമുള്ള ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, രാഹുൽ ഗാന്ധി നിർഭയത്വത്തോടു കൂടിയിട്ടാണ് ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇതൊരു ചെറിയ പോരാട്ടമല്ല. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുഖത്ത് നോക്കി ഈ രാജ്യത്തെ വിറ്റു തുലച്ചിട്ട് ഇവിടെ വീണ്ടും വന്നിരിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നുള്ള ആ ഒരു ചോദ്യം ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ചോദ്യമാണ്. അത് രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ഉയർത്താൻ കഴിയത്തുള്ളൂ. മാത്രമല്ല, ഇതുപോലെയൊരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഇനിയൊട്ടുണ്ടാകാനും പോകുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി ഈ കാര്യത്തെ സംബന്ധിച്ച് ഇപ്പം അമേരിക്കയുമായിട്ടുള്ള ഒരു ഇടപെടലിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്ത് കരാറാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഈ രാജ്യത്തെ കൃഷിക്കാരുടെ അവസ്ഥ തീർന്നില്ലേ? ടെക്സ്റ്റൈൽ ബിസിനസ് പൂർണ്ണമായും, അല്ലെങ്കിൽ ഇൻഡസ്ട്രി പൂർണ്ണമായും തകർന്നില്ലേ? അങ്ങനെ എല്ലാ മേഖലയിലും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇനി ഉണ്ടാകാൻ പോയി. മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ പരമാധികാരം പണയപ്പെടുത്തിയില്ലേ? ഇന്ത്യ രാജ്യം എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് അമേരിക്ക കൽപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പാർലമെൻറ്റിൽ പറയാൻ പാടില്ല. ചൈനീസ് കടന്നുകയറ്റം ഉണ്ടാകുന്നു നമ്മുടെ അതിർത്തിയിലേക്ക്. കരസേനാ മേധാവിയുടെ ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യമനുസരിച്ച് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരമാധികാരം എവിടെ എത്തി നിൽക്കുന്നു? ഈ രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ഗവൺമെൻറ് വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ നിശബ്ദനാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞങ്ങൾ സമരം ചെയ്തപ്പോൾ ഒരല്പം അഗ്രസീവായി പോയി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് ഞങ്ങൾ ചെയ്യാൻ നിർബന്ധിതരായതാണ്. അപ്പോൾ അതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള ഈ കുറവുകൾ അതൊന്നും ഞങ്ങളൊരു പ്രശ്നമായി കാണുന്നില്ല. ഇപ്പോൾ 1ാം പാദം സമ്മേളനം ഇന്നിപ്പോൾ അവിടെ അവസാനിക്കുകയാണ്. ഇതിന് 2ാം പാദത്തിലേക്ക് അടുത്ത മാസം കടക്കും. സസ്പെൻഷൻ ഇപ്പോഴും തുടരുകയാണ്. ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ള ഒരു റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. ഇതിനിടയിൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവിനെ നിശബ്ദരാക്കാൻ വേണ്ടി വീണ്ടും പാർലമെൻറ്റ് സമ്മേളനം അവസാനിക്കുന്ന മുറയ്ക്കാണ് ഇപ്പോൾ നിഷികാന്ത് ദുബെയുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ഈ ഒരു പ്രമേയമൊക്കെ ആയിട്ട് കാര്യങ്ങൾ വരുന്നത്. അതൊക്കെ കൂടുതൽ അവരെ പ്രതിരോധത്തിൽ ആഴ്ത്തത്തേ ഉള്ളൂ. ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഈ രാജ്യം ഇന്നിങ്ങനെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ മൂല്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടേതായ ഒരു സ്പേസ് അന്തർദേശീയ തലത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു വലിയ നേട്ടങ്ങൾ, ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ ജനാധിപത്യത്തെ പൂർണ്ണ തോതിൽ സംരക്ഷിച്ച് നിർത്തിയേ മതിയാവൂ. അതിന് രാഹുൽ ഗാന്ധിയാണ് ശരി എന്നുള്ളത് ഈ രാജ്യം സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഏത് തരത്തിൽ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ ശ്രമിച്ചാലും അതൊന്നും വിലപ്പോവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അവസാന ദിവസം മുൻപിൽ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധമുണ്ടോ? തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ട്. പാർലമെന്റ് അവസാനിക്കുന്നതുവരെയും പ്രതിഷേധം തുടരും. എന്താണെങ്കിലും നിലപാട് വ്യക്തമാക്കിയായിരുന്നു ഡീൻ കുര്യാക്കോസ് MP. വീഡിയോ കണ്ണൻ പ്രശ്നൊപ്പം റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.